ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, പ്രത്യേകിച്ച് രുക്കൂന്. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിൻ്റെ പിറന്നാളാണ്, മീനത്തിലെ തൃക്കേട്ട. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എണീറ്റു. രാവിലെ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും മിനിച്ചേട്ടനും ആദ്യം എണ്ണീറ്റു. എന്നിട്ട് പതുക്കെ രുക്കുനെ വിളിച്ചു. എന്തായാലും അവളൊരു കുഞ്ഞു ചിരിയോടുകൂടിയാണ് രാവിലെ എണ്ണീറ്റത്. അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ലല്ലോ. കരഞ്ഞുകൊണ്ട് എണ്ണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു ദിവസം പോകും. അതുകൊണ്ട് അവൾ ഹാപ്പി ആയപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അവളോട് കഥകളൊക്കെ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇച്ചിരി കൂടെ ഹാപ്പിയായി. അവൾക്ക് അമ്പലത്തിൽ പോകാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉമ്മയും കൊടുത്ത് അവളെ ഹാപ്പിയായി. അങ്ങനെ ഞാൻ അവളെ കട്ടിലിൽ നിന്ന് എടുത്തിട്ട് വിനിച്ചേട്ടനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ കട്ടിലെല്ലാം വൃത്തിയാക്കിയിട്ടു. പുതച്ച പുതപ്പും എല്ലാം മടക്കി വെച്ച് ബെഡ്ഷീറ്റും എല്ലാം നേരെ വിരിച്ചു. എണ്ണീറ്റാ ഉടനെ കട്ടിൽ വൃത്തിയാക്കിയിടുന്നത് അതെനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. കട്ടിൽ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നതാണ് ഭംഗിയല്ലേ, വാരി വലിച്ചിട്ട് എന്ന് എനിക്കിഷ്ടമേ അല്ല. എന്നിട്ട് ഞാൻ പതുക്കെ കഥകൊക്കെ തുറന്നിട്ടു. ഇപ്പം ഭയങ്കര ചൂടല്ലേ, ഞാനങ്ങനെ കഥ തുറന്നിടാറില്ല മേളത്തെ. ഈ ചൂട് കാരണം ഇച്ചിരി കാറ്റൊക്കെ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് കഥകം തുറന്നിട്ടിട്ട് പതുക്കെ ഞങ്ങൾ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. താഴോട്ട് എത്തിയിട്ട് വേണം ബാക്കി പരിപാടികൾ നടത്താൻ. അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. ഓരോ സ്റ്റെപ്പ് താഴോട്ട് പോകും തോറും രുക്കുവിനൊരു സംശയമുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിക്കുകയാണോ എന്നൊക്കെ. അതൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ അവർക്കൊരു സമാധാനമാവും. എന്നിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി. ഞാൻ ഹാളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ കഥവൊക്കെ തുറന്നിടാം, ജനലൊക്കെ തുറന്നിടാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ രാവിലെ എണ്ണീറ്റിട്ട് ഈ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിടുമ്പോൾ നല്ല രസമല്ലേ, നല്ലൊരു ഫീലിങ്സ് അല്ലേ ഉണ്ടാവുക. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. ഈ അടഞ്ഞു മൂടിക്കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലോട്ട് കയറുമ്പോൾ അത് മനസ്സിനൊരു സമാധാനമാണ്. അങ്ങനെ ഞാൻ വാതിലും തുറന്നിട്ട് ജനലുകളും ഒക്കെ തുറന്നിട്ടിട്ട് എനിക്കിനും പരിപാടികളുണ്ട്. രുക്കുനെ കുളിപ്പിക്കണം, ഒരുക്കണം, അമ്പലത്തിൽ കൊണ്ടുവിടണം അല്ലേ. ഇതൊക്കെ ഓരോരോ ജോലികളല്ലേ. ഓരോന്ന് തീർത്ത് കഴിയുമ്പോഴാണ് അടുത്തത് ചെയ്യുക. എന്നിട്ട് ഞാൻ അവളെയും കൂട്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയി. പല്ല് തേപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ട് അവളെ റെഡിയാക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം. പിന്നെ ചേട്ടനാണെങ്കിൽ കുളിക്കാനും കയറി. ഇനി ഞങ്ങളുടെ ഒഴിവാണ്. അവളെ ഞാൻ കുളിപ്പിച്ച് നേരെ ഹാളിൽ കൊണ്ടുവന്നു. അവൾക്ക് മേടിച്ച ഉടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മുന്നത്തെ വീഡിയോയിൽ. ആ പട്ടുപാട് ഞാൻ അവളെ ഇടിയിച്ചു. നല്ലൊരു ദിവസമായതുകൊണ്ട്, അവിടെ പിറന്നാൾ ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് അതിട്ട് കാണാൻ ഭയങ്കര കൗതുകമായിരുന്നു. അവളെ ഒരുക്കി കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടി കെട്ടി എല്ലാം നല്ല രീതിയിൽ കാണാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ. അവൾ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം മുകളിലത്തെ റൂമിലാണ് ഇരിക്കുന്നത്. അതെടുക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് പോയി. കൺമഷി, തലയിലിടുന്ന ബാൻഡ്, മാല, വള ഇതൊക്കെ എടുക്കാനായിട്ട് ഞാൻ പോയി. ആ ഗ്യാപ്പിലാണ് അച്ഛൻ്റെ മോളുടെയും കളി. അവളെ ചിരിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു, വർത്താനം പറയുന്നു. വള കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ല അച്ഛനോട്. അവൾക്ക് വേഗം ഒന്ന് അമ്പലത്തിൽ ചെന്നാൽ മതി, വേഗം ഒരുക്കുമെന്ന് അച്ഛനോട് പറയുന്നുണ്ട് അവൾ. അമ്മൂമ്മ വരുമോ, ചേച്ചി വരുമോ, അപ്പൂപ്പ വരുമോ എന്നൊക്കെ അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. വിനിച്ചേട്ടനാണെങ്കിൽ അവളെ ഡ്രസ്സങ്ങ് ആസ്വദിക്കുകയാണ്. പെൺമക്കളുള്ള അച്ഛന്മാരെല്ലാം അങ്ങനെ തന്നെയല്ലേ. അച്ഛന്മാർക്ക് മക്കളൊരുങ്ങി കാണുമ്പം അത് ഭയങ്കര സന്തോഷമല്ലേ ഉള്ളിൽ. അങ്ങനെ അവളെ കിന്നരിച്ച് വിനിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ മേളിൽ സാധനം എല്ലാം എടുത്ത് താഴേക്ക് വന്നു. എന്തെടുത്താലും അത് മതി ഇത് മതി എന്നൊരു കൺഫ്യൂഷൻ. നമ്മുടെ മക്കളെ നമ്മൾ എത്ര ഒരുക്കിയാലും മതിയാവില്ലല്ലോ അല്ലേ. അവരെ എത്ര സുന്ദരിയാക്കാൻ നോക്കുമ്പോഴും നമുക്ക് പോരായ്മ തോന്നും അല്ലേ. അങ്ങനെ ഞാൻ അവൾക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തു. മാല ഇട്ട് കൊടുത്തിട്ട് തല എങ്ങനെ കെട്ടണം, മുടി എങ്ങനെ കെട്ടണം എന്നായിരുന്നു എൻ്റെ ചിന്ത. നനഞ്ഞ മുടി ആയതുകൊണ്ട് വലിയ സ്റ്റൈലിലൊന്നും ഞാൻ നിന്നില്ല. ഒരു സൈഡ് മാത്രം ഞാൻ കെട്ടിക്കൊടുത്തു. ചെടക്ക് കളഞ്ഞ്. അതുകൊണ്ട് അവൾ വായിക്കോട്ടെ കണ്ടില്ലേ. രാവിലെ ഉണർന്നതാ. ഈ സമയത്തൊന്നും അവൾ എണ്ണീക്കുന്നതല്ല. ഒരു 8 മണി കൂടെ പോയി 9 മണിയൊക്കെയാണ് അവിടെ ടൈം. രാത്രി വൈകുമല്ലോ ഉറങ്ങാൻ. അതിൻ്റെ ഉറക്കപ്പിച്ച അവൾക്ക് ഉണ്ട്. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സ്ലൈഡ് കുത്തിക്കൊടുത്തു. എന്നിട്ട് ഞാൻ 2 കൈയിലും അവൾക്ക് ഓരോരോ വളവിധം ഇട്ട് കൊടുത്തു. എന്നിട്ട് പൊട്ടെങ്ങനെ തൊട്ടണം, വട്ടപ്പൊട്ട് വേണോ നീളപ്പൊട്ട് വേണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പാവടയും ബ്ലൗസും അല്ലേ, വട്ടപ്പൊട്ടല്ലേ എല്ലാ മകൾക്കും ചേരുക. അങ്ങനെ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാനായിട്ട് ഞാൻ കൺമഷി എടുത്ത് വട്ടപ്പൊട്ടൊക്കെ വരച്ച് കവിളത്തും ഒരു കുത്തുകുത്തി. പിന്നെ കണ്ണെഴുതാൻ അങ്ങനെ സമ്മതിക്കാറില്ല. എവിടെയിലേക്ക് പോവാണ്, ടാറ്റ പോവാണ്, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പം
ആളെ നിന്ന് തരും. അകത്തോട്ട് സമ്മതിക്കില്ല കേട്ടോ. ചെറിയൊരു വാല അവിടെ ഇവിടെ ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ണു എഴുതി പൊട്ടും തൊട്ട് കവിളത്തും ഒരു കുത്തിട്ടിട്ട് അച്ഛനെ കാണിക്കുകയാണ്. അച്ഛാ കൊള്ളാവെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊള്ളാം, സൂപ്പറാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ, പിറന്നാളുകളല്ലേ, അപ്പോൾ എല്ലാവരെയും വിളിച്ച് കാണിക്കാം, അമ്മൂമ്മമാരെയും അപ്പൂപ്പനെയും മാമനെയും ഒക്കെ വിളിച്ച് കാണിക്കണമല്ലോ. അങ്ങനെയല്ല, അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരെയും വിളിച്ചൊന്ന് കാണിച്ചു. എല്ലാവരും ഹാപ്പിയായി. അവളെ ഈ വേഷത്തിൽ ഒരുങ്ങി കണ്ടപ്പം എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ അവരെല്ലാം വിളിച്ച് ഉമ്മയെ കൊടുത്തിട്ട് അച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് തുടങ്ങി. ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ 3-4 ഫോട്ടോ എടുപ്പിച്ചു വിളിച്ചതിനെ കൊണ്ട്. ഇങ്ങനെ ഒരുങ്ങി ഇത്രയും ഭംഗിയായിട്ട് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതുക്കെ അവർ വണ്ടിയൊക്കെ എടുത്തിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങി. അതിന് മുന്നേ എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കണം, എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ജസ്റ്റ് ചുമ്മാ തൊടുന്നതല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അധികം വഴക്ക് പറയാറുമില്ല. അവൾ ഓടിക്കുകയാണെന്നുള്ള ധാരണയിലാണ് അവളുടെ മട്ട്. അങ്ങനെ വിളിച്ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്, പൂർണ്ണത്രേശൻ്റെ. ഞങ്ങൾ ഇവിടെ തൃപ്പൂണിത്തുറ താമസമായതിനു ശേഷം ഞങ്ങൾ 1-2 വട്ടം അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് അച്ഛനും മോളോടെ യാത്രയായി. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അച്ഛനോട് കഥകളൊക്കെ പറഞ്ഞാണ് അവളുടെ പോക്ക്. വഴിയിൽ ഓരോന്ന് കാണുന്തോറും അച്ഛനോട് ചോദിക്കും, അച്ഛാ എന്താ അത്, അച്ഛാ ഇതെന്താ അത്, വണ്ടിയാണോ, പോലീസ് വണ്ടിയാണോ, ആംബുലൻസാണോ, സൈക്കിളാണോ എന്നൊക്കെ ചോദിച്ച് കഥയൊക്കെ പറഞ്ഞാണ് അവർ അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അമ്പലം എത്തി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എങ്കിലും അവളിങ്ങനെ നടന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. രാവിലെ ആണെങ്കിൽ വെയിലിന് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഇടയ്ക്ക് അവൾ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ കാലിൽ പൊള്ളുന്നു, ചൂടുണ്ടെന്ന്. അതൊന്നും മൈൻഡാക്കാതെ അവൾ നടന്നു. എൻ്റെ ചേട്ടൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടി, അവൽ. ഭയങ്കര ഇഷ്ടമാണ് രുക്കുവിന് അവൽ നനച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന് അച്ഛനും മോളും കൂടെ അതിരുന്ന് കഴിച്ചു. എന്നിട്ട് അവൾക്ക് അവിടുന്ന് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു. പാവാടയൊക്കെ ഇട്ട് നടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ അവളെ. കുറേ അമ്മൂമ്മമാരെയും ചേട്ടന്മാരെയും ആൻറ്റിമാരെയും ഒക്കെ അവൾ കണ്ട്. അവളുടെ പിറന്നാളാണോ എന്നൊക്കെ ചോദിച്ചപ്പം കുറച്ച് അമ്മൂമ്മമാരൊക്കെ അവളെ കൈ തലയിൽ വെച്ചിട്ട് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ അച്ഛനും മോളും കഥയൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഞാൻ നടന്ന് കയ്യിൽ പ്രസാദം ഇങ്ങനെ പിടിക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിനിച്ചേട്ടൻ എന്തോ ഇത് ഇല ഇങ്ങനെ മടക്കിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. ആ പ്രസാദമൊക്കെ പിടിച്ചുകൊണ്ടാണ് ആളുടെ നടപ്പ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയുണ്ട്, ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യും. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്, ആ ചിരി. അച്ഛാ മതിയോ എന്ന് ചോദിക്കും അവൾ. എന്നിട്ട് നടന്ന് തിരിച്ച് അവർ രണ്ടുപേരെ വണ്ടി കയറി വീട്ടിലേക്ക് വരാറായി. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഖം കണ്ടില്ലേ, ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നുന്നില്ലേ. ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് ഇത്തിരി അധികം നടന്നപ്പോഴത്തേക്ക് ആൾ കുറച്ചൊന്ന് ടയർഡായിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഉന്മേഷമൊക്കെ പോയി. അച്ഛനും മോളും വീട്ടിലേക്ക് വന്നു. വഴിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. കുഞ്ഞൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം, രുക്കുവിൻ്റെ പിറന്നാളല്ലേ. രാവിലെ കഴിക്കാൻ ദോശയാണ്, അവൾക്കിഷ്ടവും ദോശയാണ്. അങ്ങനെ അവൾക്കിഷ്ടമുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയെല്ലാം ഉണ്ടാക്കി പ്ലേറ്റിലാക്കിയിട്ട് ഒന്നിച്ച് പോയിരുന്ന് കഴിക്കാമല്ലോ. ഒന്നിച്ചിരിക്കും കഴിക്കുന്ന സുഖം അത് വേറെ തന്നെയല്ലേ. അവൾക്കുള്ള പങ്ക് ഞാൻ പ്ലേറ്റിലാക്കി അവിടെ കൊടുത്തു വിട്ടു. ഇതാണ് ശീലം. തന്നെ പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് വന്ന് കസേരയൊക്കെ നീക്കിയിട്ട് തന്നെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡും എടുത്തിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നു. ദോശയും ചമ്മന്തിയും ചായയും ഒക്കെ കുടിച്ച് ഞങ്ങൾ ചേട്ടനെ വർത്താനൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ അവൾ എന്നോട് പറയുന്നുണ്ട്. ചേട്ടൻ കണ്ടു, ചേച്ചി കണ്ടു, അമ്മൂമ്മ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കാപ്പി കൂടി കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ളത് തുടങ്ങണം. ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കണ്ടേ. പരിപ്പും പപ്പടവും പായസമൊക്കെ ഇട്ട് രുക്കുവിന് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഒരു കുഞ്ഞു സദ്യ കഴിച്ചിട്ട് വേണം എനിക്കതിൻ്റെ പരിപാടിയായിട്ടിരിക്കാൻ. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി. വിഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, കുഞ്ഞു സദ്യ, ഒത്തിരി കറികളൊന്നും ഇല്ല. ചോറുണ്ട്, പരിപ്പ്, പപ്പടം, അവിയൽ, തോരൻ, അച്ചാർ, പായസം. പിന്നെ അവൾക്കിഷ്ടമാണ് ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പിയിരുന്ന് സദ്യ കഴിക്കാൻ. മൊത്തം കഴിക്കില്ലേലും ഇങ്ങനെ പൊടിച്ച്. ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ, പപ്പടമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല, പിള്ളേർക്ക് പപ്പടം കുറേ ഇങ്ങനെ കഴിക്കും, ചോറ് ഇഷ്ടമല്ലേ ചെല്ലത്തുള്ളൂ. അപ്പം ഞാനെങ്ങനെ കറിയൊക്കെ വിളമ്പി ചോറ് കുറച്ചിട്ട് കൊടുത്തു. പരിപ്പും പപ്പടമൊക്കെ വിളമ്പുമ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. പപ്പടം തന്നെ പൊടിച്ച് കഴിച്ചോളും.
ഞാനിങ്ങനെ കൂടിയിരിക്കും, എന്നാലല്ലേ മൊത്തം കഴിക്കുകയുള്ളൂ. കുറച്ചെങ്കിലും ഉള്ളിൽ ചെല്ലണ്ടേ, പപ്പടം മാത്രം തിന്നാൻ പോരല്ലോ. ഞാനങ്ങനെ ഇലയിലൊക്കെ ഇട്ട് തന്നെ കഴിക്കാനൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചാലല്ലേ പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ കഴിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും വാരി കൊടുത്ത് ശീലിപ്പിക്കരുതല്ലോ. അങ്ങനെ അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഗ്ലാസ്സിലാക്കി ഞാൻ അവളുടെ അടുത്തേക്ക് വെച്ച് കൊടുത്തു. വെനിച്ചേട്ടനിങ്ങനെ അവളെ ശ്രദ്ധിക്കുകയും ചെയ്യുക, അവൾ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വെച്ചെന്ന് അവളുടെ അടുത്തിരിക്കാം, മൊത്തം കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വാരി കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ പപ്പടം കൊടുത്തിട്ടുള്ള കാര്യം പപ്പടം മാത്രമേ കഴിക്കത്തുള്ളൂ. പപ്പടം കണ്ട പപ്പടം മതി, ചോറ് വേണ്ട. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അടുത്തിരുന്നിട്ട് പപ്പടം മാത്രം കഴിക്കുവാണെങ്കിൽ ഇടയ്ക്ക് ചോറ് ഞാൻ വാരി കൊടുക്കാം. തന്നെ കഴിക്കുന്നുമുണ്ട്, എങ്കിലും കുറച്ചൊക്കെ അല്ലേ ഉള്ളിൽ ചെല്ലുള്ളൂ. നമ്മളും കൂടെ കൂട്ടത്തിൽ ഇരുന്നാൽ മൊത്തം അങ്ങ് അകത്താക്കി കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ അടുത്ത് ചുമ്മാതെ ഇങ്ങനെ ഇരുന്നു. അവൾ തന്നെ ഇരുന്ന് വാരി കഴിക്കുന്ന കാണുമ്പോൾ എന്താ രസമല്ലേ, എന്താ പെട്ടെന്ന് ആ മക്കളൊക്കെ വളരുന്നതല്ലേ. കുഞ്ഞു കുഞ്ഞായിട്ടിരുന്നവളാ ഇപ്പോൾ വലിയ പെണ്ണായി വരുക. അങ്ങനെ ഞാനും വിനിച്ചേട്ടനും അവിടെ അടുത്തിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരോ ഉരുള വീതം അവൾ വാരിത്തരുന്നുണ്ട്. അത് ഞങ്ങൾ സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിച്ചു. പപ്പടം ഉണ്ടോയെന്ന് ഇടയ്ക്കാൾ തപ്പുന്നുമുണ്ട്. പപ്പടം തീർന്നു പോകുമ്പം എന്നെ ഒന്ന് നോക്കും, അമ്മേ പപ്പടം വേണം. അപ്പോൾ ഞാൻ പറയും അധികം കഴിക്കണ്ട പപ്പടം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒത്തിരി പപ്പടം കഴിച്ചാൽ പ്രശ്നമാണല്ലോ. കൂടിപ്പോൾ 1-2 നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചോറും അത്യാവശ്യം അവൾ കഴിച്ചു, കുഴപ്പമില്ലാണ്ട് കഴിച്ചു. ഞാനും ഇടയ്ക്കവൾ ഫുള്ള് വയറ് നിറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വാരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അച്ഛൻ്റെ കൂടെ നടപ്പാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇടയ്ക്ക് ടി വി ഒന്ന് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ രാവിലെ ടി വി ഒന്നും അങ്ങനെ കാണിക്കത്തില്ല, എപ്പോഴും അങ്ങനെ കാണിക്കാറില്ല ടി വി. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ടി വി കാണിച്ചു കൊടുക്കും. അങ്ങനെ ടി വിയും കാണുന്നുണ്ട്, വന്ന് എൻ്റെ ഉരുളയും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പായസം കൂടിയാണല്ലോ. പായസത്തിനായിരുന്നു ആൾ വെയിറ്റിങ്. പായസം എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള വാശിയായിരുന്നു. ചോറ് തിന്നിട്ടേ തരത്തുള്ളൂ എന്നുള്ള ഒരു മട്ട് വെച്ചപ്പം അവൾക്ക് ചോറ് കണ്ടിട്ട് മതി പായസം. അങ്ങനെ അവൾക്കും പായസം കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാൻ അങ്ങോട്ട് കഴിച്ചൊരു 3 വായിലിട്ടപ്പോഴത്തേക്ക് ആളുടെ വട്ട് മാറി. ആൾക്ക് അപ്പിടണം. അങ്ങനെയാണല്ലോ പൊതുവെ അമ്മമാർ കഴിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴാണല്ലോ ആൾക്ക് മൂത്രം ഒഴിക്കാനും അപ്പിടാനൊക്കെ തോന്നാറ്. ഞാനതവിടെ ഇട്ടിട്ട് കൈയും കഴുകി അവളെ കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. വിനിച്ചേട്ടനാണ് എന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളെ അപ്പിടിച്ച് കൈയൊക്കെ കഴുകി വന്നിട്ട് വിനിച്ചേട്ടൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ഞാനും വിനിച്ചേട്ടനോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സദ്യ കഴിച്ചു. അവളിരുന്ന് ടി വി കാണുക. അവളവിടെ നിന്ന് ടി വി കണ്ടോട്ടെ ഞങ്ങൾ വിചാരിച്ചു, കുറച്ച് നേരമല്ലേ ഉള്ളൂ, കുറച്ച് നേരം കാണട്ടെ, നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഇരുന്ന് കഴിക്കാം. എപ്പോഴും ഇങ്ങനെ കിട്ടില്ലല്ലോ, ആൾ ജോലിക്ക് പോയാൽ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചും കളിച്ചും ഞങ്ങളിങ്ങനെ ചോറുണ്ണാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചോറുണ്ണാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞാൽ അവിടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മമാരും ജാനൂട്ടനും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വിനിച്ചേട്ടൻ കഴിച്ചു കഴിയാറായി. ആളിപ്പോൾ എണ്ണീക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഇലയിലേ 2 പപ്പടം വെച്ചിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയത്. തിരിച്ചെന്നപ്പോൾ ഒരു പപ്പടമേ ഉള്ളൂ. പൊടിച്ച് കൊഴിച്ച് കഴിഞ്ഞിട്ടും ഒരു പപ്പടം കാണുന്നില്ല. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പപ്പട കൊതിയനാണ്. കിട്ടിയ ലാക്കിൽ പപ്പടം അടിച്ചു മാറ്റും. ഞാനിത് ചോദിക്കുന്നുണ്ട്, വിനിച്ചേട്ടാ എൻ്റെ ഇലയിലിരുന്ന പപ്പടം എന്ത് ചെയ്യും? അപ്പോൾ എനിക്കറിയാം, എത്ര പപ്പടം കിട്ടിയാലും ആളകത്താക്കും. പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, മീൻകറി പോലും വേണ്ട. അങ്ങനെ പപ്പടക്കള്ളനെ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ആളുടെ മൊത്തം ചമ്മൽ കണ്ടില്ലേ, കൈയോടെ എണീറ്റങ്ങ് പോയി. എണീറ്റിട്ട് കൈയും കഴുകിയിട്ട് എനിക്ക് പപ്പടമൊക്കെ എടുത്ത് തന്നിട്ടാണ് ആശാൻ പിന്നെ വായ കഴിയാനൊക്കെ പോയത്. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഗ്ലാസ്സിൽ പായസമൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഹാളിൽ ഇരുന്ന് ടി വിയൊക്കെ ഇങ്ങനെ അവിടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ 3 ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പായസക്കുറിച്ച് ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ, കുറച്ച് അവക്കും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്ന് ടി വിയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പായസം കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയറ് നിറയുമല്ലോ, പിന്നെ നമുക്കൊന്ന് കിടക്കാനൊക്കെ തോന്നുന്ന ഒരു മൂടാണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് മേളിൽ പോയി കിടക്കാം. രാവിലത്തെ ജോലിയും ഈ വയറ് നിറച്ചുള്ള സദ്യ കഴിപ്പും എല്ലാം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമല്ലോ. എപ്പോഴും ഇങ്ങനെ സദ്യ കിട്ടാറില്ലല്ലോ. അപ്പോൾ സദ്യ കാണുമ്പോൾ നമ്മൾ കൂടുതലും അകത്താക്കുമല്ലോ. അങ്ങനെ സദ്യയും കഴിച്ച് പായസവും കഴിച്ചിട്ട് കുറച്ച് നേരം മേളിൽ കിടന്ന് ഉറങ്ങാം. കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് നേരം ഉറക്കാൻ.
അങ്ങനെ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രുക്കുവിനാണ് ടി വി വെച്ചതല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യിക്കണല്ലോ അവളെ കൊണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ പോയി ചാച്ചാം കഥയൊക്കെ പറഞ്ഞ് ചാച്ചാന്നൊക്കെ പറയുമ്പം ആൾക്കിഷ്ടമാണ്. ഞങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, തത്തമ്മയുടെ കഥയും കാക്കയുടെയും പൂച്ചയുടെയൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവളെ കൊണ്ട് തന്നെ ടി വി ഓഫ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാമെന്ന് വെച്ചിട്ട് സ്റ്റെപ്പുകൾ കയറി. അച്ഛൻ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്, അച്ഛൻ വാവാന്ന് അവൾ പറയുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലെ റൂമിലേക്ക് വന്നു. കഥയൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നതുകൊണ്ട് ചെറിയ കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കഥ അടച്ചിട്ട് തന്നെ ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിലും പോയി. അച്ഛനും മോളോടെ കളിയാണ്, കഥയും പറയുന്നുണ്ട് കളിയും കൂടെ. ചിരിയും കളിയും ചാടിമറിച്ചിലും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ എന്ത് നടക്കുക അവൾ ചോദിക്കുന്നുണ്ട് വിൻചേട്ടനോട്. എന്നിട്ട് അവൾ എന്നെ തപ്പി അങ്ങ് സ്റ്റെപ്പിൻ്റെ അവിടെ വരെ വന്നു. തന്നെ ഇറങ്ങില്ല കേട്ടോ, പേടിപ്പിച്ച് വെച്ചേക്കുവാ. അവിടെ സ്റ്റെപ്പ് തന്നെ ഇറങ്ങത്തില്ല. അവിടെ നോക്കി എന്നെ കണ്ട നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ കയറി വന്ന് അവിടെ ഓട്ടം കണ്ടില്ലേ. അങ്ങനെ പതുക്കെ അവളുടെ കൂടെ ഞാൻ കട്ടിലേക്ക് കിടന്നു. ഞാൻ വിനിച്ചേട്ട് പറഞ്ഞു, വിനിച്ചേട്ടാ ഞാൻ ഉറക്കിയിട്ട് പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. അച്ഛനെയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങില്ല, പകൽ കളിയാണ്. രാത്രി കുഴപ്പമില്ല, ലൈറ്റൊക്കെ അണച്ചിടക്കുമല്ലേ, പകലാകുമ്പോൾ കളിയാവും. അപ്പോൾ അച്ഛന് ടാറ്റയൊക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ ടാറ്റയൊക്കെ കൊടുത്തു. അച്ഛൻ ഉറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കിടന്നു. എന്നിട്ട് ഞാൻ അവളെ ഉറക്കി. പിന്നെ വിനിച്ചേട്ടൻ വന്ന് കിടന്ന് ഞങ്ങൾ സുഖമായിട്ടൊരു 2-3 മണിക്കൂർ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ആഹാ. പിന്നാണ് പ്ലേ ടൈം. വൈകുന്നേരമായ ചായ കുടിയും പ്ലേ ടൈമാണ് ഇവിടെ പ്രധാനം. അവൾക്ക് ഇഷ്ടമുള്ള കളിയാണ് ക്രിക്കറ്റ് കളി. ബാറ്റിംഗ് അല്ല കേട്ടോ, ബോളിങ്. വലിച്ച് നല്ല എറിയൊക്കെ വേണം അവൾ എറിയുന്നത്. ചില സമയത്ത് കറക്റ്റ് ആവാറുണ്ട്. ബാറ്റിംഗ് തീരെ ഇഷ്ടമല്ല, എങ്കിലും ഞങ്ങൾ നിർബന്ധിച്ച് കൊടുക്കും. തിരിച്ചു വെച്ചാൽ അവൾ അടിക്കുക, നേരെ അടിക്കില്ല. കുറച്ച് പഠിച്ച് വരുന്നുണ്ട്. അങ്ങനെ ബാറ്റിംഗ് ബോളിംഗ് എല്ലാം കഴിഞ്ഞ് അവൾ ടയേർഡായി. അപ്പോഴത്തേക്ക് ഒരു 8-9 മണിയായി കളിയെല്ലാം കഴിഞ്ഞ് തന്നെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുത്തു. ചോറും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയി. പിന്നെ ഞാനും കഴിച്ചു, വിനിച്ചേട്ടനും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് ഉറങ്ങാനായിട്ട് കയറി. സ്റ്റെപ്പുകളൊക്കെ കയറി എണ്ണിയാണ് കയറുന്നത്. അവളെ ഉറക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. കഥയൊക്കെ പറഞ്ഞ് പാട്ടും പാടി പിന്നെ തുള്ളി ചവിട്ടി കയറി കട്ടിലേ കയറുന്നുണ്ട് ഉറങ്ങാനായിട്ട്. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ടാറ്റ, ബൈ.